വലിയ ഉപവാസക്കാലം 13ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ നിരവധി ആത്മീയ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടാണ് നാം മുന്നേറുക. നോമ്പുകാലം വിനയത്തിൽ ആഴപ്പെടാൻ, എളിമപ്പെടാനുള്ള സമയമാണ് എന്നുകൂടി ഓർക്കണം. കാരണം മരണം വരെ, അതെ, കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി കുരിശ് മരണം വരിച്ച ഈശോ മിശിഹായോടൊപ്പമാണ് നമ്മൾ കാൽവരിയിലേക്ക് കയറുക. കർത്താവിനുണ്ടായിരുന്ന അതേ മനോഭാവമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ നോമ്പുകാലം ഫലദായകമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര അതിൻ്റെ അവസാനത്തിൽ ഫലം ചൂടി നിൽക്കുകയുള്ളൂ. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചുരുക്കി പറയാം: ഉള്ളിൽ തിന്മ നിറഞ്ഞവന് ദൈവസന്നിധിയിൽ ഒന്നും ലഭിക്കുകയില്ല. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്നു. എളിമയുള്ളവർക്ക് അവൻ കൃപ നൽകി സംതൃപ്തരാകും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരാകാൻ ഒരു പൈതലിനെ നടുവിൽ നിർത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. മത്തായി 18:1 മുതലുള്ള വാക്യം. മാനസാന്തരപ്പെട്ട് എളിമപ്പെട്ട് വിനയത്തോടെ ഒരു ശിശുവിനെ എന്നതുപോലെ നിർമ്മല ഹൃദയമുള്ളവരാകണം നാം. എങ്കിൽ മാത്രമേ ഈശോയുടെ തിരുഹൃദയത്തോട് യോജിച്ച് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എളിമയും ശാന്തതയുമുള്ള ഈശോ തമ്പുരാനെ, എൻ്റെ ഹൃദയം അങ്ങയുടേതുപോലെ ആക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതിനുത്തരം, അത് സാധ്യമാകണമെങ്കിൽ എളിമയുള്ള, വിനയമുള്ള മനസ്സ് അതുകൊണ്ട് നിറയപ്പെട്ടവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം കർത്താവ് പറഞ്ഞു: ചെറുതാകുന്നവന് മാത്രമേ വലുതാകാൻ പറ്റൂ. നാം പാടുന്ന ഗീതകം ഓർക്കുക: ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് ചൊല്ലുക, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക: ദൈവമേ, വിനീതനായിരിക്കാൻ നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നീ കൽപ്പിക്കുന്നത് എനിക്ക് തരിക, നീ ഇച്ഛിക്കുന്നത് എന്നോട് കൽപ്പിക്കുക. കർത്താവ് പഠിപ്പിച്ച പാഠങ്ങൾ സൗമ്യതയുടെയും ശാന്തതയുടെയും സൗഭാഗ്യത്തിൻ്റെയും പാഠങ്ങളാണ്. താഴ്മയുള്ളവർ ഭാഗ്യന്മാർ, അവർ ഭൂമി അവകാശമായി അനുഭവിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടുന്ന് തൻ്റെ ജീവിതത്തിലേക്ക് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്: എളിമയും ശാന്തതയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടേതുപോലെ ആക്കണമേ. വരാനിരിക്കുന്ന ഈശോയെ നോക്കി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു: അവൻ വിനീതനായി കഴുതപ്പുറത്തിരിക്കുന്നു. കുതിരപ്പുറത്തിരിക്കുന്നവൻ അഹങ്കാരത്തോടുകൂടി അത് രാജാവാണ്. കഴുതപ്പുറത്തിരിക്കുന്നവൻ എളിമയുടെ പ്രതീകമാണ്. സക്കറിയായുടെ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഈശോ മിശിഹായ്ക്കുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഇത് ശ്ലീഹായുടെ ആശംസയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ചെറുതാകാൻ, എളിമപ്പെടാനുള്ള മാർഗം എന്നിലെ അഹത്തിന് അറുതി വരുത്തുക എന്നതാണ്. ഞാൻ
മരിച്ചാൽ, ഞാനെന്ന ഭാവം എന്നിൽ മരിക്കാൻ അനുവദിച്ചാൽ നാം അഹത്തിനെ കീഴ്പ്പെടുത്തിയവരാണെന്ന് പറയാം. വിനയത്തിൻ്റെ, എളിമയുടെ പാതയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഉപവാസത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ, പരിത്യാഗത്തിലൂടെ, പ്രാർത്ഥനയിലൂടെയാണ് ഇത് സാധ്യമാക്കേണ്ടത്. പൗലോസ്ലീഹ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അഹങ്കരിക്കുന്നവൻ പിശാചിനെ പോലെ ശിക്ഷാവിധിക്ക് അർഹനാകും. അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലത്തെക്കുറിച്ചാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ അംബ്രോസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു: ലൗകിക സമ്പത്തുക്കളെല്ലാം ഉണ്ടെങ്കിലും നിനക്ക് വിനയമില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതുതന്നെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. വിദ്യ നിറവിലെങ്കിലും വിനയമില്ലെങ്കിൽ എന്ത് ഫലം? അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട, നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടെ തിളച്ചു വരേണ്ട ചിന്ത ഇതാണ്: എന്തുണ്ടെങ്കിലും വിനയമില്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതം? വിനയം ദൗർബല്യമല്ല, അത് വിജയമന്ത്രമാണ്. വിനയം അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനുള്ള മാർഗമാണ്. വിശുദ്ധ അംബ്രോസ് വീണ്ടും ഇങ്ങനെ പഠിപ്പിക്കുന്നു: പ്രകോപിക്കപ്പെടുമ്പോൾ നീ കോപിഷ്ഠനാകാതിരിക്കാൻ നിന്റെ സ്വഭാവത്തെ നിർമ്മലമാക്കുക. വികാരത്തെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുക. അത് നിരന്തര പ്രയത്നത്തിലൂടെ വളർത്തിയെടുക്കേണ്ട ഒരു കലയാണ്. വിനയം, എളിമ എന്നതൊരു കലയാണ്, വളർത്തിയെടുക്കാവുന്ന കലയാണ്. വിനയവും സൗമ്യതയും ക്ഷമയും ഉടയാടയാക്കി ഈശോയോടൊപ്പം നമുക്ക് കാൽവരിയിലേക്ക് യാത്ര ചെയ്യാം. വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രാർത്ഥന ഒരിക്കൽ കൂടി നമുക്ക് ഉരുവിടാം: ദൈവമേ, വിനീതനായിരിക്കാൻ നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നീ കൽപ്പിക്കുന്നത് എനിക്ക് തരിക. നീ ഇച്ഛിക്കുന്നത് എന്നോട് കൽപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഈശോയുടെ മനോഭാവത്തിൽ എളിമയോടെ, വിനയത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം: എളിമയും ശാന്തതയുമുള്ള ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആക്കണമേ.